ധന്യ, ബംഗ്ലാദേശിൽ ക്രൂരതകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് മൗദൂദിസ്റ്റുകൾ അഥവാ ജമാഅത്തെ ഇസ്ലാമികൾ അവിടെ കയറി ഭരണം തുടങ്ങി. നൊബേൽ സമ്മാനം, സമാധാനത്തിൻ്റെ നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ള മുഹമ്മദ് യൂനുസിനെ അവിടെ ഇടക്കാല സർക്കാരിൻ്റെ തലവനാക്കി പ്രതിഷ്ഠിച്ച്, പക്ഷേ അതിനുശേഷം ഇങ്ങോട്ട് നരഹത്യകളിലും നരാധമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിക്കൊണ്ട്, ഹിന്ദു വിഭാഗങ്ങൾക്കെതിരായിക്കൊണ്ട്, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരായിക്കൊണ്ട്, ബുദ്ധമതക്കാർക്കെതിരായിക്കൊണ്ടൊക്കെ പലവിധ വാർത്തകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അമ്പലങ്ങൾ കത്തിക്കുന്നു, ആളുകൾ ജയിലിലടയ്ക്കുന്നു, സന്യാസിമാരെ ജയിലിലടയ്ക്കുന്നു, ഇസ്കോൺ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ ഞെട്ടിക്കുന്ന ചില വാർത്തകൾ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വീണ്ടും വീണ്ടും ഈ തീവ്രവാദികൾ ഇങ്ങനെ അഴിഞ്ഞാടുകയാണ്. അതിനെതിരെ ശബ്ദിക്കാൻ ഇവിടെ ആരുമില്ല, ഇവിടെ ബംഗ്ലാദേശ് ഐക്യദാർഢ്യമൊന്നും ഇല്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. എങ്കിൽ പോലും ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഇത്തരം വാർത്തകൾ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമ്മളെ ഞെട്ടിക്കുന്നത് തന്നെയല്ലേ? എന്താണ് സംഭവിച്ചത്? അതുകൂടി തീർച്ചയായിട്ടും ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ ഇപ്പോഴും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇതിന് ജമാഅത്തെ ഇസ്ലാമിക്ക് ഫണ്ട് ഇറക്കുന്നത് ഖത്തറാണെന്നുള്ള വാർത്ത കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ തന്നെ നൽകുന്നുണ്ട്. കാരണം നാഷണൽ ഇന്റർനാഷണൽ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത്തരം വാർത്തകൾ നൽകുന്നത്. ഖത്തറിന് ഇന്ത്യക്ക് പണി നൽകാൻ വേണ്ടി പല വേലകളും ഖത്തർ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പണിയാണ് ജമാഅത്തെ ഇസ്ലാമികൾക്ക് പണം നൽകിക്കൊണ്ട് ഹിന്ദുക്കളെ, ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഖത്തർ കൂടി കൂട്ടി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളെന്ന് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ അവിടെ ആക്രമിക്കപ്പെടുന്നത് ഹിന്ദുക്കളാണ്, ഹിന്ദു ക്ഷേത്രങ്ങളാണ്. ഇപ്പോൾ ബംഗ്ലാദേശിലെ ഒരു ഹിന്ദു ക്ഷേത്രത്തെ കൊള്ളയടിക്കാൻ വേണ്ടി അവിടുത്തെ പൂജാരിയെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്, കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. ഒരു ദാക്ഷിണ്യവുമില്ലാതെ കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. അതായത് നാദോർ സദർ ഉപജില്ലയിലെ ബരാഹരിഷ്പൂരിലെ കാശിംപൂർ മഹാശ്മശാന ക്ഷേത്രത്തിലെ പൂജാരിയായ തരുൺ ചന്ദ്രദാസാണ് കൊല്ലപ്പെട്ടത്. ക്ഷേത്രം കൊള്ളയടിക്കുകയും ചെയ്തു. ഇതിനോടൊപ്പമുള്ള സെൻട്രൽ ശ്മശാനത്തിലും കവർച്ച നടന്നിട്ടുണ്ട്. ഡിസംബർ 20 വെള്ളിയാഴ്ച രാത്രിയിലാണ് ഈ സംഭവം നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. ശനിയാഴ്ച രാവിലെയാണ് കൈകാലുകൾ ബന്ധിച്ച നിലയിൽ മരിച്ച ഈ പൂജാരിയെ കണ്ടെത്തിയത്. അപ്പോൾ എത്ര ക്രൂരമായാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. നദേർ നഗരത്തിലെ അലൈപൂർ ധോപാര മെഹല്ലയിലെ പരേതനായ കലിപദാസിൻ്റെ മകനാണ് ഈ മരിച്ച തരുൺ ചന്ദ്രദാസ്. 55 വയസ്സാണ് അദ്ദേഹത്തെ. 20 വർഷമായി അദ്ദേഹം ഈ മഹാശ്മശാന ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. ക്ഷേത്രത്തിലെ സ്വബായത്ത് അഥവാ പൂജാരി കൊല്ലപ്പെട്ടതായി ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ സെക്രട്ടറി സത്യനാരായണ റോയി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ ഭക്തർ ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് കൈകാലുകൾ ബന്ധിച്ച നിലയിൽ തരുൺ ചന്ദ്രദാസിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. 23 വർഷമായി അദ്ദേഹം ഇവിടെ പൂജാരിയായി നിലനിന്നിരുന്നു എന്നാണ് പറഞ്ഞത്. മാത്രമല്ല ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിയുടെയും ഓഫീസിൻ്റെയും പൂട്ട് തകർത്തതായും ഗ്രില്ലുകൾ മുറിക്കുകയും ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ പണവും വിലയേറിയ സാധനങ്ങളുമൊക്കെ ഈ അക്രമികൾ കൈക്കലാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ഏതൊക്കെ 102 വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങൾ ആക്രമിച്ചു, കാളി ക്ഷേത്രം ആക്രമിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഒരു തരത്തിലും ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു കൂട്ടുകെട്ടിൽ യൂനസ് അവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, യൂനസിന് എന്തിനാണ് സമാധാനത്തിന് നൊബേൽ സമ്മാനം നൽകിയതെന്നുള്ളത് ഇപ്പോൾ ഒരു വലിയ ചോദ്യമായി ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ആളുകൾ എന്നുള്ളത്. പക്ഷേ യൂനസും ഡീപ് സ്റ്റേറ്റും ഖത്തറും ഒക്കെ കളിക്കുന്നത് ഇന്ത്യയോടാണ് എന്നവർ മറക്കുന്നുണ്ട്. ഇപ്പോൾ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെയാണ് ചൈനയും നിൽക്കുന്നത്. ചൈനയ്ക്ക് ഇവരെ വലിയ താല്പര്യമില്ല എന്നുള്ളത് നമുക്കറിയാം. ചൈനയും ഇന്ത്യയും കൂടി നേരിട്ട് ബംഗ്ലാദേശിനെതിരെ തിരിഞ്ഞാൽ ബംഗ്ലാദേശിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അമേരിക്ക ഓൾറെഡി തിരിഞ്ഞു. ട്രംപ് 20-ാം തീയതി അധികാരത്തിലേറ്റി കഴിഞ്ഞാൽ ബംഗ്ലാദേശും ഇസ്രായേലും ഒക്കെ ഇറാനും ഒക്കെ ഉണ്ടാകുമോ എന്ന് കണ്ടു തന്നെ അറിയണം. കാരണം മോദിയോടുള്ള ട്രംപിൻ്റെ സ്നേഹം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇന്ത്യക്ക് തലവേദനയായ ഒരു രാജ്യത്തെ തീർക്കാൻ ഇന്ത്യയോടൊപ്പം അമേരിക്ക നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതുമാത്രമല്ല, നെതന്യാഹുവിനോടും കൂടി ട്രംപിന് പ്രത്യേക ഒരു സ്നേഹമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇറാൻ്റെ ഇത്തരം നീക്കങ്ങൾക്ക് ഒരു തടയിടാൻ ട്രംപ് മുന്നിട്ട് നിൽക്കുമ്പോൾ ബംഗ്ലാദേശിനും അത്തരത്തിലുള്ള ബംഗ്ലാദേശിനെതിരെ നീക്കങ്ങൾ നടത്താൻ അമേരിക്ക തയ്യാറായാൽ ബംഗ്ലാദേശ് തീർന്നു എന്നുള്ളതാണ്. ഇവിടെ അരാക്കൻ ആർമി, ഈ അരാക്കൻ ആർമി എന്ന് പറയുന്നത് മ്യാൻമാറിൽ റോഹിംഗ്യകൾ അഴിഞ്ഞാടിയ സമയത്ത് അവരെ തുരത്തി ഓടിച്ച്
അവിടുത്തെ ജനത്തെ സംരക്ഷിച്ച ആളാണ് അരാക്കൻ ആർമി എന്ന് പറയുന്നത്. അവർ അതിർത്തി കടന്ന് ബംഗ്ലാദേശിലെത്തി ബംഗ്ലാദേശിനെ തീർക്കാനുള്ള, അതായത് അവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ തീർക്കാനുള്ള പണികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിന് ചൈനയുടെ കൂടി പിന്തുണയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചൈനയും ഇന്ത്യയുടെ ആർമിയും കൂടി ഒരുമിച്ചിറങ്ങിയാൽ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ തീരുമാനമാവില്ലേ? തീർച്ചയായും തീരുമാനമാകും. കാരണം ഇന്ത്യയോടൊന്നും മുട്ടി നിൽക്കാനുള്ള ഒരു സൈനിക ശേഷിയും ബംഗ്ലാദേശിനില്ല എന്ന് മാത്രമല്ല, ബംഗ്ലാദേശിനെ സഹായിക്കാൻ അമേരിക്ക മുന്നോട്ട് വരില്ല, ഈ പറയുന്ന റഷ്യ എന്തായാലും മുന്നോട്ട് വരില്ല, ചൈനയുടെ സഹായവും ഇനി അവർക്ക് ലഭിക്കില്ല. വേറെ ഏത് രാജ്യമാണ് അവരെ സഹായിക്കാനുള്ളത്? ഇന്ത്യ, അതെ, പാകിസ്ഥാനുണ്ട്. പാകിസ്ഥാൻ അതവിടെ നിൽക്കട്ടെ, എന്തായാലും അവരുടെ അടുത്ത് തന്നെ തീരുമാനമാവാതെ നിൽക്കുകയാണ്. ഈ പറയുന്ന ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് ഇന്ത്യ തുനിഞ്ഞിറങ്ങിയാൽ ബംഗ്ലാദേശിനെ അങ്ങ് അവസാനിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞ് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അതിനോടൊപ്പം ഇസ്രായേൽ വരെ ചേരുന്ന ഒരു അവസ്ഥയുണ്ടാകും. മോദിയെ ഒരു ലോക നേതാവായി അംഗീകരിച്ച് മോദി പറയുന്ന കാര്യങ്ങളെ വളരെ വ്യക്തമായി വിശദമായും കേട്ടുകൊണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കുന്ന രാജ്യങ്ങൾ, ലോകത്തെ രാജ്യങ്ങൾ ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് രാജ്യങ്ങളുടെ പരമോന്നത പുരസ്കാരങ്ങൾ മോദിക്ക് ലഭിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ട കാര്യമാണ്. റഷ്യയുടെ പോലും പരമോന്നത പുരസ്കാരം മോദിക്ക് ലഭിച്ചു. ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിൽ കുവൈത്തിൽ കഴിഞ്ഞ ദിവസം മോദി പോയല്ലോ. കുവൈത്തിൽ കഴിഞ്ഞ ദിവസം മോദി പോയപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി, അവിടുത്തെ ഏറ്റവും വലിയ പരമോന്നത ബഹുമതി മോദിക്ക് അവർ സമ്മാനിച്ചു എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ രാജ്യത്തെയും പരമോന്നത ബഹുമതികൾ കൃത്യമായി നരേന്ദ്രമോദി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു അറ്റാക്ക് ഈ ബംഗ്ലാദേശിനെതിരെ നടന്നാൽ ലോകരാജ്യങ്ങളിലെ പ്രമുഖ രാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് പുറകെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പറയുന്ന ഇസ്ലാമിസ്റ്റ് ആളുകൾക്ക്, ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾക്ക് ഈ കാര്യങ്ങളിലൊന്നും വലിയ ബോധ്യമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മദ്യപ്പുഴയും ഹൂറികളും ഉണ്ട് എന്ന് കരുതി ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, അവർക്ക് തങ്ങളെപ്പോഴെങ്കിലും കൊല്ലപ്പെടുമെന്നുള്ളൊരു ധാരണയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി കൊന്നാൽ തന്നെ, ഞങ്ങൾ മരണപ്പെട്ടാൽ തന്നെ അവിടേക്ക് പോയാൽ എല്ലതും കിട്ടുന്നൊക്കെയുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം ഈ പണി ചെയ്യുന്നത്. പക്ഷേ ദയവായി നിങ്ങൾ ശ്രീലങ്കയിൽ കണ്ടതുപോലെ ഈ ലിംഗത്തിന് പൂട്ടിട്ടുകൊണ്ട് ചത്തിട്ടൊന്നും ഒരു കാര്യവും ഉണ്ടാവില്ല എന്നുള്ള സാമാന്യ ബോധമെങ്കിലും ഇവർക്കൊക്കെ വേണ്ടതുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന ഒരു പ്രവർത്തനത്തെയും അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെയും നമ്മുടെ മാധ്യമങ്ങളൊന്നും വേണ്ട രീതിയിൽ അഭിമുഖീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ബംഗ്ലാദേശിൻ്റെ എന്തെങ്കിലും വാർത്ത കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അടിയിൽ വരുന്ന ചില കമൻറ്റുകളുണ്ട്. നിങ്ങൾ എന്തിനാണ് ബംഗ്ലാദേശിലോട്ട് പോകുന്നേ? ഇന്ത്യയിൽ തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഭയങ്കര പ്രശ്നമല്ലേ? അതെ, ഇങ്ങനെയാണല്ലോ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നത് പോലെ ന്യൂനപക്ഷങ്ങളെ ഇന്ത്യയിൽ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. എന്ത് തന്നെയായാലും ബംഗ്ലാദേശിൽ വലിയ അനർത്ഥങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിസ്റ്റ് തീവ്രവാദ മൗദൂദി ജമാഅത്തെ ഇസ്ലാമി ഭരണകൂടത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പോലും ഏറ്റവും ഉടനെ തന്നെ വരേണ്ടതിൻ്റെ അനിവാര്യതയും അങ്ങനെ വരുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്.